എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. വിജയികളെ സാധാരണക്കാരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും അതൊരു ശീലമാണ്. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരൊറ്റ ശീലം. ആ ഒരു ശീലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. റോബിൻ ശർമ്മയുടെ ലോകപ്രശസ്തമായ 5 AM ക്ലബ് എന്ന ആശയത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ, മെയിലുകൾ, ലോകത്തിന്റെ ആകെ ബഹളം. ഇതൊന്നും നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പുള്ള ആ ഒരു സുവർണ മണിക്കൂർ, അതാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് റോബിൻ ശർമ്മ പറയുന്നത്. ലോകം ഉണരുന്നതിന് മുൻപ് നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ സ്വന്തമാക്കുന്നത് വെറും സമയം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം കൂടിയാണ്. അപ്പോൾ ഈ ആശയത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് വിജയത്തിന്റെ മണിക്കൂർ അല്ലെങ്കിൽ ദ വിക്ടറി ഹാറാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ആരും നിങ്ങളെ ശല്യപ്പെടുത്താനില്ലാത്ത, കംപ്ലീറ്റായി നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള 60 മിനിറ്റ്. ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും മികച്ച രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. നിങ്ങളുടെ ഫോക്കസ് നല്ല തെളിമയുള്ളതായിരിക്കും. നിങ്ങളുടെ വിൽ പവർ അതിൻ്റെ പീക്കിലായിരിക്കും. ദിവസം തുടങ്ങാനുള്ള ഏറ്റവും പവർഫുള്ളായൊരു ലോഞ്ച് പാഡ്. ഇനി ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കിയേ. ഇത് നമ്മളെ പലരുടെയും ജീവിതത്തിന്റെ ഒരു കണ്ണാടി പോലെയാണ്, അല്ലേ? ഇടതുവശത്തുള്ള പ്രഭാതം, അലാറം സ്നൂസ് ചെയ്ത് എഴുന്നേറ്റപ്പാടെ ഫോണെടുത്ത് സോഷ്യൽ മീഡിയ, വാർത്തകൾ, അങ്ങനെ മറ്റുള്ളവരൊരുക്കിയ ഒരു ലോകത്തേക്ക് നമ്മളങ്ങ് വീഴുകയാണ്. പക്ഷെ വലതുവശത്ത് നോക്കൂ, അതാണ് 5 AM ക്ലബ്ബ്. നിങ്ങൾ ശാന്തമായിട്ട് സ്വന്തം ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആ ദിവസം ബോധപൂർവം ഡിസൈൻ ചെയ്യുകയാണ്. റോബിൻ ശർമ്മയുടെ ഈ വാക്കുകൾക്ക് ഭയങ്കര ആഴമുണ്ട്. ഇതിന്റെ അർത്ഥം സിമ്പിളാണ്. മറ്റാരെങ്കിലും നിങ്ങളെ ദിവസത്തിന്റെ കൺട്രോൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുക. ഓർക്കുക, പ്രഭാതത്തെ ജയിക്കുന്നയാൾ ദിവസത്തെ ജയിക്കുന്നു, ദിവസങ്ങളെ ജയിക്കുന്നയാൾ ജീവിതത്തെയും ജയിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തിനാണിത് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി ഏറ്റവും വലിയ ചോദ്യം, ഇതെങ്ങനെ ചെയ്യും, അല്ലേ? അതിനുള്ള ഉത്തരമാണ് ഈ 20-20-20 ഫോർമുല. ആ ഒരു മണിക്കൂറെ എങ്ങനെ ഏറ്റവും ഗംഭീരമായി ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ്. ഈ 60 മിനിറ്റിനെ 3 പവർഫുൾ പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 20 മിനിറ്റ് നന്നായി ഒന്ന് വിയർക്കണം. തീവ്രമായ വ്യായാമം നിങ്ങളുടെ തലച്ചോറിന് ഒരു ബൂസ്റ്റ് കൊടുക്കും, പുതിയ ന്യൂറോണുകളുണ്ടാക്കും, ഫോക്കസ് കൂട്ടും. അടുത്ത 20 മിനിറ്റ് കുറച്ചുള്ളിലേക്ക് നോക്കാനാണ്. ഒരു ഡയറിയിൽ നിങ്ങളുടെ ചിന്തകൾ എഴുതുക, അല്ലെങ്കിൽ കുറച്ചുനേരം വെറുതെ ഒന്ന് കണ്ണടച്ചിരിക്കുക, ധ്യാനിക്കുക. ഇത് മനസ്സിന് നല്ലൊരു ക്ലാരിറ്റി തരും. ഇനി അവസാനത്തെ 20 മിനിറ്റ്, അത് വളർച്ചയ്ക്കുള്ളതാണ്. മഹത്തായ പുസ്തകങ്ങൾ വായിക്കുക, പുതിയ എന്തെങ്കിലും പഠിക്കുക, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഫോർമുലയുടെ ലക്ഷ്യം വെറുതെ രാവിലെ എഴുന്നേൽക്കുക എന്നതല്ല, അതിലും വലുതാണ്. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള 4 സാമ്രാജ്യങ്ങളെ ബിൽഡ് ചെയ്യലാണ് അതിന്റെ ലക്ഷ്യം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യം, ഹെൽത്ത് സെറ്റും മെച്ചപ്പെടുന്നു. മെഡിറ്റേഷനും ജേർണലിംഗും നമ്മുടെ വികാരങ്ങളെയും ഹാർട്ട് സെറ്റിനെയും ആത്മാവിനെയും സോൾ സെറ്റിനെയും ബലപ്പെടുത്തുന്നു. പിന്നെ വായനയും പഠനവും നമ്മുടെ ചിന്തകളെ, മൈൻഡ് സെറ്റിനെ ഷാർപ്പാക്കുന്നു. ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. ഇപ്പോൾ എനിക്കറിയാം, നിങ്ങളിൽ പലരും മനസ്സിൽ പറയുന്നുണ്ടാകും, ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കാനോ, അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. അത് വളരെ നോർമലാണ്. പക്ഷെ പേടിക്കണ്ട, ഏതൊരു പുതിയ ശീലവും ഓട്ടോമാറ്റിക് ആക്കാൻ ശാസ്ത്രീയമായൊരു വഴിയുണ്ട്. അതാണ് 66 ദിവസത്തെ നിയമം. ഒരു ശീലം നമ്മുടെ കൂടെ കൂടാൻ ശരാശരി 66 ദിവസം വേണമെന്നാണ് പറയുന്നത്. അതിനെ 3 സ്റ്റേജായിട്ട് തിരിക്കാം. ആദ്യത്തെ 22 ദിവസം ഭയങ്കര പാടായിരിക്കും. നമ്മുടെ ശരീരം പഴയ ശീലത്തിലേക്ക് തിരിച്ചു പോകാൻ വാശി പിടിക്കും. അടുത്ത 22 ദിവസം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണും, പക്ഷെ എന്നാലും ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ആ അവസാന 22 ദിവസം കഴിയുന്നതോടെ ഈ പുതിയ ശീലം നമ്മൾ പല്ല് തേക്കുന്നത് പോലെ അങ്ങ് ഓട്ടോമാറ്റിക് ആവും. പിന്നെ അതിനൊരു എക്സ്ട്രാ എഫർട്ട് വേണ്ടിവരില്ല. അപ്പോൾ ആ 66 ദിവസത്തെ യാത്രയിൽ ഈ വാക്കുകൾ മനസ്സിൽ വെച്ചോളൂ. തുടക്കത്തിലെ ബുദ്ധിമുട്ടും ഇടയ്ക്കുള്ള മടുപ്പുമെല്ലാം ആ അടിപൊളി അവസാനത്തിലേക്കുള്ള വഴിയുടെ ഒരു ഭാഗം മാത്രമാണ്. ആ പ്രയാസങ്ങളൊക്കെ താൽക്കാലികമാണ്, പക്ഷെ അതിന്റെ റിസൾട്ട് ലൈഫ് ലോങ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ശീലം ഉണ്ടാക്കിയെടുത്തു എന്ന് വെക്കുക. എന്താണതിൻ്റെ യഥാർത്ഥ പേ ഓഫ്? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ മാറ്റം വളരെ വലുതാണ്. നിങ്ങൾ ജീവിതത്തിലെ സാഹചര്യങ്ങളോട് വെറുതെ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ലാതായി മാറും. പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. ഇതാണ് 5 AM ക്ലബിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ജീവിക്കുന്നതിന് പകരം ഓരോ ദിവസവും, ഓരോ നിമിഷവും നിങ്ങൾ ബോധപൂർവം ഒരു ലക്ഷ്യത്തോടെ ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ വെറുമൊരു പാസഞ്ചർ അല്ല, നിങ്ങളുടെ ജീവിതമെന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ നിങ്ങൾ തന്നെയായി മാറും. ഇതൊരു വെറും വാചകമല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് പ്രതികരിച്ച് നമ്മുടെ എനർജി കളയുന്നതിന് പകരം നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും ഉണർന്ന് പ്രവർത്തിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ ദിവസത്തെ നയിക്കുന്നു, അല്ലാതെ ദിവസം നിങ്ങളെ നയിക്കുന്നില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, നാളെ രാവിലെ 5 മണിക്ക് നിങ്ങളുടെ ഫോണിൽ അലാറം അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്നൂസ് ബട്ടൺ അമർത്തി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങുമോ? അതോ എഴുന്നേറ്റ് നിങ്ങളുടെ ഏറ്റവും മികച്ച ജീവിതത്തിലേക്ക് ആദ്യത്തെ ചുവട് വെക്കുമോ?
തെരഞ്ഞെടുപ്പ് അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത തവണ കാണാം.